ഷിജോ കുര്യൻ വിവരങ്ങളുമായി ചേരുന്നു. ഷിജോ, ഈ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നിന്നാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ഉണ്ടാവുന്നത് എന്നായിരുന്നു ഇതുവരെ നമ്മൾ കേട്ടത്. ഇത് ടാങ്കിലെ വെള്ളത്തിൽ നിന്നും വീട്ടിൽ കുളിച്ചവർക്കും ഒക്കെ അസുഖം ഉണ്ടാവുമ്പോൾ ഇതേക്കുറിച്ച് ആരോഗ്യവകുപ്പ് യഥാർത്ഥത്തിൽ ഇരുട്ടിൽ തപ്പുകയാണ്. അജിംസ, അങ്ങനെ കരുതേണ്ടി വരും. കാരണം ആരോഗ്യവകുപ്പ് അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ ഉറവിടം സംബന്ധിച്ചുകൊണ്ട് വിദഗ്ധമായിട്ടുള്ള പഠനങ്ങളും പരിശോധനയും ഒക്കെ നടത്തുന്നുണ്ട്. പക്ഷേ കൃത്യമായിട്ടുള്ള ഒരു ഫൈൻഡിങ്സിലേക്ക് എത്താൻ ആരോഗ്യവകുപ്പിന് എന്തുകൊണ്ട് കഴിയുന്നില്ല എന്നുള്ളൊരു ചോദ്യമാണ് പൊതുസമൂഹത്തിൽ പ്രധാനമായിട്ടും ഉയർന്നു വരുന്നത്. അതായത് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ഈ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിച്ചാൽ അല്ലെങ്കിൽ അവിടെ ഇറങ്ങിയാൽ അതിൽ നിന്ന് അമീബിക് മസ്തിഷ്ക ജ്വരം ഉണ്ടാവാനുള്ളൊരു സാധ്യത കൂടുതലാണ്. കാരണം പ്രത്യേകിച്ച് നേരത്തെ തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ വിവിധ ഇടങ്ങളിൽ ഈ കെട്ടിക്കിടക്കുന്ന ഒഴുക്കില്ലാത്ത വെള്ളത്തിൽ കുളിക്കാൻ ഇറങ്ങിയ യുവാക്കൾക്ക് ഈ രോഗം സ്ഥിരീകരിച്ചപ്പോൾ തന്നെ പുറത്തു വന്ന വിവരമെന്ന് പറയുന്നത് അത് ഒഴുക്കില്ലാത്ത വെള്ളമാണ്. അപ്പോൾ അവിടെ ഇറങ്ങിയത് കൊണ്ട് യുവാക്കളുടെ മൂക്കിനുള്ളിലൂടെ ഈ പറയുന്ന അമീബ അകത്തേക്ക് ചെന്ന് അമീബിക് മസ്തിഷ്ക ജ്വരം പിടിപെട്ടതാണ് എന്നുള്ള തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തു വന്നത്. എന്നാൽ അങ്ങനെ മാത്രമല്ല, ഇപ്പോൾ ഈ പൈപ്പിലെ വെള്ളത്തിൽ കുളിച്ച ആളുകൾക്ക്, ഷവറിലെ വെള്ളത്തിൽ കുളിച്ച ആളുകൾക്ക്, അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ ടാങ്കിൽ നിന്നുള്ള വെള്ളം ഉപയോഗിച്ചവർക്ക് പോലും അമീബിക് മസ്തിഷ്ക ജ്വരം ഉണ്ടാകുന്നുണ്ട്. പിന്നീട് ഇത് പരിശോധനയ്ക്ക് വിധേയമാക്കുമ്പോൾ വെള്ളത്തിൽ ഈ പറയുന്ന അമീബയുടെ സാന്നിധ്യം ഉണ്ടാവില്ല. ഒരുപക്ഷെ ഇത് ഈ രോഗം ബാധിച്ച ആളുകൾക്ക് നിഗ്ലേറിയുടെ ഒക്കെ ഒരു സാന്നിധ്യം ഉണ്ടായേക്കാം. അങ്ങനെ പലതരത്തിൽ ഇത് ഇപ്പോൾ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ട് കണ്ടെത്താൻ ആരോഗ്യവകുപ്പിന് കഴിഞ്ഞിട്ടില്ല. അതുമായി ബന്ധപ്പെട്ടുള്ള പഠനങ്ങൾ നടന്നു വരികയാണ്. എന്തായാലും ഇതിനകത്ത് ഇതിന്റെ പ്രതിരോധം വലിയ തരത്തിൽ കേരളത്തിൽ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആരോഗ്യവകുപ്പ് അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം ലോകത്ത് ഈ രോഗം സ്ഥിരീകരിച്ച പല ആളുകൾക്കും 99% വരെ മരണം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെയാണ് വികസിത രാജ്യങ്ങളിൽ പോലും 99% മരണം സംഭവിക്കുകയാണ്. കേരളത്തിൽ അതിന്റെ ഒരു ശതമാന കണക്ക് 24 എന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. നമുക്കറിയാം, കേരളത്തിലെ അടുത്ത കാലത്തുണ്ടായ ഒരു നേട്ടം, ആരോഗ്യവകുപ്പിലെ വലിയൊരു നേട്ടമെന്ന് പറയുന്നത് അമീബയും ഫംഗസും ഒരുപോലെ തലച്ചോറിനെ ബാധിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിലേക്കുള്ള മടങ്ങിവരവ് തീർത്തും അസാധ്യമാണ്. എന്നാൽ കൊല്ലം സ്വദേശിയായിട്ടുള്ള ഒരു 17 വയസ്സുകാരന് തലച്ചോറിൽ അമീബയും ഫംഗസും ഒരുപോലെ ബാധിക്കുന്നു. കൃത്യമായ ചികിത്സയിലൂടെ ആ ചെറുപ്പക്കാരനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ആരോഗ്യവകുപ്പിന് കഴിയുകയും ചെയ്തിട്ടുണ്ട്. അത് ആരോഗ്യവകുപ്പിന്റെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ നേട്ടമായിട്ട് ആരോഗ്യവകുപ്പ് പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഈ കഴിഞ്ഞ ഒരു 12 ദിവസത്തെ കണക്ക് പരിശോധിച്ചാൽ 7 പേർക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ ഇതിന്റെ ഉറവിടം എവിടെയാണ് എന്നുള്ളതിനെക്കുറിച്ച് കണ്ടെത്താനായിട്ട് ആരോഗ്യവകുപ്പിന് കൃത്യമായിട്ട് കഴിഞ്ഞിട്ടില്ല. എന്തായാലും സംസ്ഥാനത്തെ പൊതുകുളങ്ങൾ, അതുപോലെ തന്നെ തോടുകൾ, മറ്റ് എല്ലാ സ്ഥലങ്ങളും ക്ലോറിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ ആരോഗ്യവകുപ്പും തദ്ദേശ വകുപ്പും ചെയ്യുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള ഊർജിതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നു വരികയും ചെയ്യുന്നുണ്ട്. അജിംസ്.